കേരളത്തിൽ ഭീകരത വളരെയധികം വളർത്തിയ ഒരു തീവ്രവാദ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ഇവരെ നിരോധിച്ചിട്ടും വേറെ പല രൂപത്തിലും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ പ്രത്യക്ഷപ്പെട്ട ആ സംഘടന താമരശ്ശേരി ബിഷപ്പിന് കത്തെഴുതിയിരിക്കുകയാണ്. അവർക്ക് സംവരണം വേണം. അപ്പോൾ നമുക്ക് താമരശ്ശേരി ബിഷപ്പിനെ ഭീഷണി കത്തെഴുതുമ്പോൾ പഴയ അവർ വിളിച്ച മുദ്രാവാക്യ വരികൾ ഓർമ്മ വരികയാണ്. അരിയും മലരും കുന്തിരിക്കവും കരുതിക്കവും നിൻ്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ വേറൊരു തരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത്? ഇല്ല, ബിഷപ്പിന് അയച്ച കത്ത് വളരെ ഉചിതമായിട്ടുള്ള ഒരു കത്തായിരുന്നു. കാര്യം ജോസഫ് മാഷിന് മുമ്പും ജോസഫ് മാഷിന് ശേഷവും എന്നുള്ള രീതിയിൽ നമുക്ക് കേരള രാഷ്ട്രീയത്തെ രണ്ടായിട്ട് വിഭജിച്ച് ചിന്തിച്ചാൽ, ജോസഫ് മാഷിൻ്റെ കൈ വെട്ടുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് കാണിച്ച എല്ലാ കൊള്ളരുതായ്മകൾക്കും, മുസ്ലിം സമുദായം കാണിച്ച എല്ലാ കൊള്ളരുതായ്മകൾക്കും ഏകദൈവ വിശ്വാസത്തിൻ്റെ പുറത്ത് കേരള കോൺഗ്രസ്സുകളും ക്രൈസ്തവ സമുദായങ്ങളും അവരെ അംഗീകരിച്ചിരുന്നു. മാത്രമല്ല, അവർ രണ്ടുപേരും ന്യൂനപക്ഷക്കാരാണ് എന്നുള്ള ഒരു സംവിധാനത്തിൽ മറ്റുള്ളവരെല്ലാം എതിർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ന്യൂനപക്ഷം ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ജോസഫ് മാഷിൻ്റെ കൈ വെട്ടുന്നത് വരെ ഉണ്ടായിരുന്ന കേരള രാഷ്ട്രീയം, സാർ ഓർമ്മിക്കുകയാണെങ്കിൽ. പക്ഷേ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയതിന് ശേഷവും സഭ ജോസഫ് മാഷിനെ തള്ളിപ്പറയാനാണ് ശ്രമിച്ചത്. സഭ ജോസഫ് മാഷിനെ തള്ളിപ്പറയാനാണ് ശ്രമിച്ചത്. ഈ കൈ വെട്ടിയവരെ തള്ളിപ്പറയാനല്ല ശ്രമിച്ചത്. അന്ന് ശ്രീ പി സി ജോർജ് പറഞ്ഞത് അവൻ്റെ കൈ മാത്രമല്ല തലയും വെട്ടണമായിരുന്നു എന്നാണ് പി സി ജോർജ് അന്ന് പറഞ്ഞത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു സമയം വരെ ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൽ വളർന്നു വരുന്നതിന് കൊട പിടിച്ചു കൊടുത്തത് പിന്നെ എല്ലാ മുന്നണികളും ക്രൈസ്തവ സമുദായത്തിന് പ്രത്യേകിച്ചും ഒരു റോളുണ്ട്. ആ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയതിന് ശേഷമാണ് ക്രൈസ്തവ സമുദായത്തിന് ഈ ഇസ്ലാമിക ഭീകരത വളർന്നുവെന്നും അത് ഞങ്ങളെയും കടിക്കുമെന്നും അവർക്കൊരു ധാരണ വന്നു. അതുകൊണ്ടാണ് താമരശ്ശേരി ബിഷപ്പിന് കത്ത് പോയതല്ലേ? അത് അന്ന് തൊട്ടാണ് അവർ ക്രൈസ്തവർ കുറച്ച് ഒരു പ്രോ ഹിന്ദു രീതിയിൽ പോകുന്നതും ഹിന്ദുക്കൾ ഞങ്ങളുടെ സംരക്ഷകരാകാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുന്നതും അതുവരെയാണ്. അതുവരെ ഹിന്ദു സമുദായമായിട്ട് അവർ ഏറ്റവും, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 800ഓളം ബോക്കോ ഹറാംകാർ നൈജീരിയയിലെ 800ഓളം കുട്ടികളെ, ക്രൈസ്തവ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ടും കേരളത്തിൽ ഒരു ബിഷപ്പ് ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. അപ്പോൾ അവർക്കത് കിട്ടിയെങ്കിൽ അവർ അർഹിക്കുന്നത് കിട്ടുന്നു എന്നുള്ളത് വേണം നമ്മൾ കണക്കാക്കാൻ. കാര്യം ഇപ്പോൾ നടന്നു വരുന്ന ആ ഒരു സംവിധാനത്തിൽ ക്രൈസ്തവ സമുദായം ഇസ്ലാമിക മുന്നണിയിലെയും ഇസ്ലാമിക സമുദായത്തെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേദന അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടൊക്കെ കേരളത്തിൽ വളർന്നു വരുന്നതിന് ഒരു കാരണം ഈ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ആ ന്യൂനപക്ഷ പ്രീണനം രണ്ട് സമുദായങ്ങളും മാറി മാറി ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അവർക്ക് ന്യൂനപക്ഷ പ്രീണനം, ഇസ്ലാമിക പ്രീണനം കൂടിപ്പോയി എന്നുള്ളൊരു ധാരണ വരുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ ഇതിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇസ്ലാമിക ആധിപത്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇസ്ലാമിക ആധിപത്യം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടായി എന്ന് ആദ്യം പറഞ്ഞത് ശ്രീ വെള്ളാപ്പള്ളി നടേശനല്ല. അത് ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആശാനായ കുമാരനാശാനാണ്. കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ എന്നുള്ള പുസ്തകത്തിൽ കേരളത്തിലെ മുഹമ്മദീയർ നടത്തി വരുന്ന അഹിംസാത്മകമായ കാര്യങ്ങൾ അദ്ദേഹം വളരെ വിശദമായിട്ട് ആ കവിതയിൽ പരാമർശിച്ചിട്ടുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശന് ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്കൂളുകളിലെങ്കിലും ഒന്ന് വായിക്കാനുള്ള, ആത്മോപദേശ ശതകമൊക്കെ വായിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ ഈ കുമാരനാശാൻ എഴുതിയ ദുരവസ്ഥയും കൂടെ ആ സ്കൂളുകളിലൊന്ന് പാരായണം ചെയ്തിരുന്നെങ്കിൽ ഈ 50 വർഷങ്ങളിടയിൽ ഇങ്ങനൊരു അവസരം വരത്തില്ലായിരുന്നു. അത് പാഠ്യവിഷയത്തിൽ മാത്രം ഒതുങ്ങുക. ഏതാ? പാഠ്യവിഷയത്തിലും വോട്ട് വിഷയത്തിലും മാത്രം ഒതുങ്ങുക. അതേസമയം അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടല്ലല്ലോ പ്രതികരിക്കുന്നത്. ഇത്രയും വർഷം കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡേഞ്ചറിനെ പറ്റിയിട്ട് ആദ്യം കേരളത്തിൽ പറഞ്ഞത് ശ്രീ എ കെ ആൻ്റണിയാണ്. എ കെ ആൻ്റണിയുടെ കഥ ഏകദേശം അതോടെ കഴിഞ്ഞു. അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് ഏകദേശം ഒഴിവാക്കിയതുപോലെയായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന്. അതേസമയം ഈ വെള്ളാപ്പള്ളി നടേശന് ഇത് പറയാൻ ഇത്രയും വർഷം എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതിന് അദ്ദേഹം തന്നെയാണ് ഉത്തരം പറയേണ്ടത്. ഇപ്പോൾ ഈഴവ സമുദായവും നമുക്കറിയാം, വർക്കല ശിവഗിരിയിൽ ഒരിക്കൽ ഇസ്ലാമിക തീവ്രവാദികൾ കയറിപ്പറ്റിയത് എങ്ങനെയെന്ന് അദ്ദേഹത്തിന് നല്ലോണം അറിയാം.
അപ്പോൾ ഇതിൻ്റെ ആ ഒരു തീഷ്ണത അദ്ദേഹം ഇപ്പോഴല്ല അനുഭവിക്കുന്നത്, നേരത്തെ അനുഭവിച്ചിരുന്നതാണ്. അന്ന് ഇവരെ ഒന്നും തള്ളിപ്പറയാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശന് സാധിച്ചിരുന്നില്ല. അന്ന് ഇതെല്ലാം പക്ഷേ ഇത് കാണുമ്പോൾ വെള്ളാപ്പള്ളി ഇനിയും ചിലപ്പോൾ പ്രതികരിച്ചിരിക്കും. ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം കൂടി, ഇവര് പറയുന്നത് സ്കൂളുകളിലൊക്കെ ബാങ്ക് വിളി വേണം. അത് താല്പര്യമില്ലാത്തവർ പോയി ഈഴവരുടെയോ NSSന്റെയോ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെയോ സ്കൂളിൽ പോയി പഠിച്ചുകൊള്ളാൻ പറയുന്നു. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം ചോദിക്കുന്നത്, ഈ NSSനും SNDPയും എന്ന് പറയുന്ന രണ്ട് സമുദായങ്ങളുടെ സംഘടനകളാണല്ലോ. അവരാദ്യം ഹിന്ദു നായരാണോ ഹിന്ദു ഈഴവരാണോ എന്ന് സമ്മതിക്കാൻ ശ്രീ സുകുമാരൻ നായരും ശ്രീ വെള്ളാപ്പള്ളിയും ആദ്യം സമ്മതിക്കണം. അതിനവർ തയ്യാറല്ല. നിങ്ങൾ ഹിന്ദുക്കളാണോ ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ മതേതരാന്ന് പറയും. ഏത് മുന്നണിയെടുത്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമദൂരമാണെന്ന് പറയും. ഇത് ആരെ പറ്റിക്കാനാണ്? നായർ എന്ന് പറയുന്ന സമുദായം ഹിന്ദു സമുദായത്തിലുണ്ടായ ഒരു ഉപവിഭാഗമാണെന്ന് സമ്മതിക്കാൻ ശ്രീ സുകുമാരൻ നായർക്ക് എന്താണ് ഇത്ര മടി? ഈഴവർ എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൻ്റെ ഹിന്ദു മതത്തിലെ ഒരു ജാതിയാണ് എന്ന് സമ്മതിക്കാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്തിനു മടിക്കണം? ആ മടിച്ചതാണ് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദം വളർന്നു വരാനുള്ളൊരു കാരണം. പക്ഷേ ഇതിനകത്ത് ഈ വളരെ ഭീകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതെ, അതായത് പോപ്പുലർ ഫ്രണ്ടുകാരുമായിട്ട് ആരിടഞ്ഞാലും ഞങ്ങൾ കൈവെട്ടുമെന്ന് പറയുന്നതിന് നല്ലൊരു ഉദാഹരണം അഭിമന്യുവാണ്. ഇതിനേക്കാളും നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് CPMന് കൊടുത്തത്. CPM വിചാരിച്ചു അവർ ഞങ്ങളെ കൂടെ ഉള്ളവരല്ലേ, അതുകൊണ്ട് ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു. പറഞ്ഞതും അപ്പോഴന്നെ ഒത്തുകിട്ടി ഒരാൾ മരിക്കുകയും ചെയ്തു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിലും ഇവരുടെ അണികളൊക്കെ തന്നെ ഈ SDPI ഇതൊക്കെ ആയിട്ട് CPMനകത്തും മുസ്ലിം ലീഗിനകത്തും ഒക്കെ കയറി ഇവരുടെ അജണ്ട നടപ്പിലാക്കി. ഇതിൻ്റെ അജണ്ട വളരെ ക്ലിയർ ആണ്. ഈ IL-76 ഗജരാജയുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ വരുന്നത് വരെ എത്ര പോപ്പുലർ ഫ്രണ്ടുകാർക്കെതിരായിട്ട് കേരള ഗവൺമെൻറ് എത്ര കേസുകൾ ഇതുവരെ ചാർജ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സാറൊന്ന് ആലോചിക്കണം. ഇത്രയും പ്രവർത്തനങ്ങളും ഇത്രയും സാമ്പത്തിക ഇടപാടുകളും കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഇത്രയും പരസ്യമായിട്ട് നടത്തിയിട്ടും, ഇവിടെ ഡിഫൻസ് മാർച്ച് നടത്തി, ഇൻഡിപെൻഡൻസ് പരേഡ് നടത്തി, ഇതൊക്കെ നടത്തിയിട്ടും നമ്മളെ ഇൻ്റലിജൻസ് ഉറങ്ങുകയായിരുന്നു. നമ്മുടെ പോലീസ്, ഞാൻ ഒരു സർക്കാരിനല്ല പറയുന്നത്, ഈ കേരളത്തിൽ ഈ ഭരിച്ച സർക്കാരുകളെല്ലാം അവരുടെ ഇൻ്റലിജൻസൊക്കെ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അവർക്ക് പോലീസിൽ നിന്നും ഇൻ്റലിജൻസിൽ നിന്നുമൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ട് തന്നെയാണ് അവരൊക്കെ വളർന്നത്. ഇത് ഏറ്റവും അവസാനം വരുന്നത് ഈ അരിയും മലരും കുന്തിരിക്കും കാത്തി വച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് അടുത്ത ഇരകളിൽ ഞങ്ങളാണ്. അന്ന് തൊട്ടാണ് അവർ ഈ ഇസ്ലാമിക തീവ്രവാദത്തെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയത്. ഇതിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റ് സമുദായ സംഘടനകളിലും പിന്നോക്ക വിഭാഗങ്ങളുടെ പല സംഘടനകൾക്കും ഫണ്ട് നൽകുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ചില സംഘടനകളൊക്കെ ഉയർന്നു വരികയും പിന്നെ അത് നശിച്ചു പോകാനുണ്ടായ കാരണം ആ ഫണ്ടിങ് നിന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദി സർക്കാർ വന്ന ഉടനെ ആദ്യം ചെയ്തത് വിദേശ ഫണ്ടിങ്ങിന് കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഒരു ബാങ്കിൽ ഒരു ബ്രാഞ്ച് വഴി മാത്രമേ നടത്താവൂ എന്ന് വന്നപ്പോഴത്തേക്ക് പല സംഘടനകളും അതോടെ അപ്രത്യക്ഷമായി. അതിൻ്റെ അർത്ഥം ഇവർക്കൊക്കെ ഫണ്ട് കിട്ടിയിരുന്നത് ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ്. എന്തായാലും നമ്മുടെ രാജ്യ താല്പര്യം സംരക്ഷിക്കാനായിരുന്നില്ല ഫണ്ട് വന്നിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഫണ്ട് ആണ് അവരുടെ ബ്ലഡ്. അത് ആദ്യം നിരോധിക്കുകയാണ് അദ്ദേഹം ചെയ്തത്, നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. അതോടെ ഈ പ്രവർത്തനങ്ങളിൽ വളരെ സ്ലോ ഡൗൺ ഉണ്ടായി. ഇപ്പോഴും കേരളത്തിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിൽ വരാത്ത മലയാളി കുടുംബങ്ങൾ ഒത്തിരിയുണ്ട്. അവരെല്ലാവരും ഭയപ്പെട്ടിരുന്നത്, അവർ ഭയപ്പാട് കൊണ്ടാണ് വരാതിരുന്നത്. കാരണം അവരിൽ പലരും പോപ്പുലർ ഫണ്ടിന് കൈയയഞ്ഞ സഹായങ്ങൾ, നമ്മളെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ മാതിരി ഒരു എമൗണ്ട് പോപ്പുലർ ഫണ്ടിന് കൊടുത്തുകൊണ്ടിരുന്നു. അവിടെ വരുമാനത്തിൽ നിന്നൊരു വിഹിതം, ക്രിസ്ത്യാനികൾ 16-1 പറയും പോലെ ഇവരൊരു വിഹിതം നേരെ പോപ്പുലർ ഫണ്ടിന് കൊടുത്തുകൊണ്ടിരുന്നു. അത് അവരുടെ പ്രൊട്ടക്ഷൻ മണിയായിട്ടും മറ്റുമൊക്കെ. അതൊക്കെ നിന്നു എന്ന് കണ്ടപ്പോഴത്തേക്കാണ് പോപ്പുലർ ഫണ്ടിനെ നിരോധിക്കുന്ന ഒരു അവസരം വന്നത്. അതോടെ കേരളത്തിൽ ഇതിൻ്റെ ഒരു ക്രാക്ക് ഡൗൺ ഉണ്ടായി. ഇനിയും ക്രാക്ക് ഡൗൺ ഉണ്ടാവും. പാർട്ടിയെ നിരോധിക്കാനുള്ള ഒരു സാഹചര്യം വേണ്ടി വരികയാണെങ്കിൽ ശ്രീ നരേന്ദ്രമോദി സർക്കാർ അതിനും മടിക്കത്തില്ല. കാര്യം ഇലക്ഷൻ കമ്മീഷൻ്റെ രജിസ്റ്റർ ചെയ്തു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ആർക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ SDPIക്ക് അതൊരു താക്കീതാണ്. നമ്മൾ പൊതുരാഷ്ട്രീയത്തിൽ നമുക്ക് ഇസ്ലാമിക കാലിഫേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ പാർട്ടികൾ കേരളത്തിൽ ഇലക്ഷനിൽ മത്സരിക്കേണ്ട കാര്യമില്ല. ഇസ്ലാമിക കാലിഫേറ്റിനാണെങ്കിൽ അവരതിനാണ് ശ്രമിക്കുന്നത്. ഈ സ്കൂളുകളിൽ വാങ്ക് വിളിക്കണമെന്നും നിസ്കാരത്തിനുള്ള സംവിധാനം ഒരുക്കണമെന്നൊക്കെ പറയുന്നത് പണ്ട് തന്നെ നമുക്കറിയത്തില്ലായിരുന്നു. വെള്ളിയാഴ്ച മാത്രം എന്തിനാണ്
1.5 മണിക്കൂർ അവധി എന്നുള്ള കാര്യം നമുക്കറിയത്തില്ലായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്. പിന്നീടാണ് മനസ്സിലായത് അവർക്ക് നിസ്കാരത്തിന് വേണ്ടി. എന്നാൽ അവരാരെങ്കിലും നിസ്കാരത്തിന് പോകുന്നുണ്ടോ? ഒരു നിസ്കാരത്തിനും പോകുന്നില്ല. അപ്പോൾ അന്നത്തെ വെള്ളിയാഴ്ചത്തെ ദിവസത്തെ ടൈം ടേബിൾ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ കലണ്ടർ തന്നെ കേരളത്തിൽ മാറിയിരുന്ന ഒരു കാലമുണ്ട്. അതിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചുപോക്ക് വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ രാജ്യത്ത് ഇനിയും വർഗീയ കലാപങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിട്ട് മാത്രം ഈ IDFIയുടെ ആദ്യത്തെ കത്തിനെ നമുക്ക് കാണാം, ആദ്യത്തെ പ്രേമലേഖനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.